രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ കൂടുതലായി താമസിക്കുന്നതും പിന്നോക്ക അവസ്ഥകളുമായ ജില്ലകളുടെ സമഗ്ര വികസനത്തിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സംസ്ഥാന ഗവൺമെന്റിന്റെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മൾട്ടി സെക്ടറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ന്യൂനപക്ഷ കേന്ദ്രീകൃത ജില്ലയിലെ ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം വിതരണം, വൈദ്യുതി, ഭവനം, റോഡ് തുടങ്ങിയ മേഖലകളുടെ വികസനത്തിലൂടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി അവരെ ദേശീയ ശരാശരിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതി കാലാവധിക്കുള്ളിൽ തന്നെ കേന്ദ്ര സർക്കാർ അനുവദിച്ച 14.53 കോടി രൂപയും സംസ്ഥാന വിഹിതവും കൂടി 19.85 കോടി രൂപ നിർവഹണ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകി കഴിഞ്ഞു. CND ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 90 ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. കേരളത്തിൽ നിന്ന് വയനാട് മാത്രമാണ് ന്യൂനപക്ഷ കേന്ദ്രീകൃത ജില്ലയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. MSDP കേന്ദ്രാവിഷ്കൃത പദ്ധതിയാകയാൽ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സർവേയുടെ അടിസ്ഥാനത്തിലാണ് വയനാട് ജില്ലയെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ശരിയല്ല എന്ന് പല ഭാഗങ്ങളിൽ നിന്നുള്ള കംപ്ലൈന്റ് കിട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 50 ബ്ലോക്കുകളെ, കേരളത്തിലുള്ള 50 ബ്ലോക്കുകളെ, മൈനോറിറ്റി കോൺസെൻട്രേഷനുള്ള 50 ബ്ലോക്കുകളെ തെരഞ്ഞെടുത്ത് കേരള സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ 3 കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് വളരെ പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ സംസ്ഥാനം. B അതിലാണ് കുറച്ചുകൂടി മെച്ചമുള്ളത്. B1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മെച്ചമുള്ളത്. ഇപ്പൊ കേരള സംസ്ഥാനത്തെ B1 കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3780 കോടി രൂപയാണ് സർ ഈ പ്ലാൻ ഫണ്ടിൽ, കഴിഞ്ഞ 11ാം പ്ലാൻ ഫണ്ടിൽ നമുക്ക് പദ്ധതിയിൽ നമുക്ക് ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷെ നമുക്ക് കേരളത്തിന് കിട്ടിയത് വെറും 200 കോടി രൂപ മാത്രമാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിനനുസരിച്ചുള്ള പദ്ധതികൾ ഇപ്രാവശ്യം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പാസ്സാക്കി കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം രണ്ടാമത്തെ കാര്യം ചോദിച്ചത്, അതെ, 50 ബ്ലോക്കുകളെ ഉൾപ്പെടുത്താനാണ് സാർ ഉദ്ദേശിക്കുന്നത്. അത് മറ്റുള്ള എല്ലാ ജില്ലകളെ എടുക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം ജില്ലകൾ മാത്രമേ അതിൽ ഉൾപ്പെടുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 50 ബ്ലോക്കുകൾ ഉൾപ്പെടുത്തണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ 1, കോഴിക്കോട് 1, മലപ്പുറം 2, എറണാകുളത്ത് 1, കൊല്ലത്ത് 1, 4 ജില്ലകൾ കൂടി ആരംഭിക്കാനുള്ള AS ആയിട്ടുണ്ട്. കാസർഗോഡ്, പത്തനംതിട്ട, കോട്ടയം, തിരുവനന്തപുരം. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞത് സബ് സെന്ററുകൾ സ്ഥാപിക്കാനാണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അത് ആരംഭിക്കാനുള്ള നടപടികൾ നടന്നു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട നെല്ലിക്കുന്ന്